ഇപ്പൊ കേരളത്തിലെ ഒരു XML മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് KM ഷാജി, അങ്ങനെ തന്നെ പറയാ, KM ഷാജി ഈ അടുത്ത ദിവസം മന്ത്രിമാര് മക്ബറകളിൽ തുണി വിരിക്കാൻ പോകരുത്, വായ വിരിക്കാൻ പോകരുത് എന്ന് പറയും. പിന്നെ എന്തിനാണാവോ പോവേണ്ടത്? സുന്നികൾ ചെയ്യുന്ന പണിയാണല്ലോ അത്. സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് പോകുന്ന മന്ത്രിമാർ അത് ചെയ്യും, അതും ചെയ്യേണ്ടി വരും. അമൃതാനന്ദമായി ഈ രാജ്യത്തൊരു വനിതയാണ്, ഹിന്ദു സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് ഉള്ള ഇത്തരം രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത സകല മൂവ്മെന്റുകളോടും നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തിയോടും സഹകരിക്കൽ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും എല്ലാവരുടെയും കടമയാണ്. മൗലിദ് യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തെയും റബീഉൽ അവ്വൽ മൗലിദ് നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് രാജ്യത്തിന് നന്മയാണ്. അത് എതിര് പറയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ചിലരെങ്കിലും അപ്പൊ അതിനാകെ ഒരു മറുപടി എന്ന പേരിൽ ഒരു 2 വാക്ക് പറഞ്ഞത് എന്റെ സഹോദരൻ ഹമീദ് വൈസിയാണ്. അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കുറച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മക്ബറയിൽ മുണ്ടും പായും വിരിച്ച് പൈസ ഉണ്ടാക്കി മിണുങ്ങിയിട്ട് ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ ഹമീദ് വൈസിയെ വരെ ട്രോളി. ഷാജിയുടെ കൂടെയാണ് അവർ. എന്തുകൊണ്ട്? അവർ സമസ്തക്കാരല്ലേ? സമസ്തക്കാരെ ആകൂ. വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ ആദർശം ഉണ്ടായാലേ സമസ്തക്കാരനാവൂ. അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം നടത്തിയോണ്ട് സമസ്തക്കാരനാവൂല. അല്ലാതെ കോളേജ് നടത്തിയോണ്ട് ആരൊക്കെ കോളേജ് നടത്തുന്നുണ്ട്? ഏത് കോളേജിന്റെയും അടിസ്ഥാനം അത് സമസ്തയുടേതാണെങ്കിൽ അവരുടെ ആദർശം മുല്ലക്കോയ തങ്ങളുടെ ആദർശം ആയിരിക്കണം. എന്താ മുല്ലക്കോയ തങ്ങളുടെ ആദർശം? വഹാബിസത്തിന് എതിരെ ആയുധം താഴെ വെക്കാതെ യുദ്ധം ചെയ്യുക, മരിക്കുന്നത് വരെ. അതാണ് പാങ്ങക്കാരൻ ചെയ്തത്, അതാണ് എല്ലാവരും ചെയ്തത്. അത് ചെയ്യാത്തവൻ സമസ്തയല്ല. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഇത് പട്ടിക്കാട് ജാമ്യാനൂരി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതൊക്കെ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഇത് ഉണ്ടാക്കിയത് ജാമ്യാനൂരി ഉണ്ടാക്കാൻ വേണ്ടിയോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒന്നല്ല, മദ്രസ ഉണ്ടാക്കാനല്ല. ഇത് 1-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, ഇത് 2-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, ഇത് 10-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, ഇത് 25-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കിയത് വഹാബിസത്തിനെ സകല ശക്തി ഉപയോഗിച്ച് പ്രതിരോധിച്ചു. പിന്നീടുള്ളവർ പ്രതിരോധിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അപ്പൊ ഇവരുടെ എല്ലാവരും ബാധ്യത എന്താണ്? വഹാബിസത്തെ പ്രതിരോധിക്കുക. അത് പ്രതിരോധിക്കാൻ കഴിയാത്തവർ മുല്ലക്കോയ തങ്ങളുടെ ആളുകളും അല്ല, അവര് സമസ്തയുമല്ല. ഇപ്പം ഉസ്താദ് പറഞ്ഞല്ലോ ഷാജി, KM ഷാജിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം. ഉദാഹരണത്തിന് 90% വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഷാജി വിജയിക്കുന്നത്. ഷാജി അല്ല, ഈ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗാണെങ്കിൽ. അതുമല്ല, ഈ നമ്മളെ തങ്ങന്മാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് സമസ്തയാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്ന സുന്നി സമൂഹമാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഇവർക്കൊക്കെ അറിയാലോ. ഇവരെ ഒരു 5-10 വരുന്ന വഹാബികളോ അല്ലെങ്കിൽ മൗദൂദികളോ അല്ലല്ലോ ഇവരൊക്കെ ജയിപ്പിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രത്തോളം സുന്നത്ത് ജമാഅത്തിലെ സുന്നി ആശയാദർശങ്ങൾക്കെതിരെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? അവരെ നേതാക്കന്മാർ പ്രത്യക്ഷത്തിൽ മാത്രമേ സുന്നികളുള്ളൂ. അവര് സുന്നിക്ക് വേണ്ടി അത്ര ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരല്ല എന്ന് KM ഷാജിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം KM ഷാജിയുടെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണല്ലോ, അയാൾ SYSന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ്. അപ്പൊ ഈ മനുഷ്യൻ KM ഷാജി ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് താക്കീത് തങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവൂല. അപ്പൊ എന്ത് പറയാന്നൊരു ധൈര്യം അങ്ങനെ വന്നതായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ പറയൂ. KM ഷാജിക്ക് അങ്ങനെ പറയണമെങ്കിൽ അത് പാണക്കാട് സാദാത്യങ്ങളാണല്ലോ ഇവരെ നിയന്ത്രിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ നിയന്ത്രിക്കൂല എന്നൊരു ധാരണ വന്നിട്ടുണ്ടാകാം. ഇനി ആ ധാരണ തിരുത്തേണ്ടത് പാണക്കാട് സയ്യിദന്മാരാണ്. അവർ സുന്നികളാണെങ്കിൽ അവർ സുന്നികളാകേണ്ട ബാധ്യത എനിക്കില്ല, അവർക്കുണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി. ഈ KM ഷാജിനെ പോലത്തെ ആളുകളെ തിരുത്തുക,
എന്നുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാരുടെ ബാധ്യതയാണ്. അതവർ ചെയ്യണം. കാരണം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കടപ്പെട്ടത് പാണക്കാട് സാദാത്തുക്കളാണ്. പാണക്കാട് സാദാത്തുക്കളാണ് എവിടെയൊക്കെ. ഇവിടെ മുമ്പ് ചെറുക്കൽ അബ്ദുള്ളക്ക് നാവ് വെച്ചു. അപ്പൊ ഉടനെ പാണക്കാട് സാദാത്യങ്ങൾ ഇടപെട്ടത് ഇവരുടെ മൂത്താപ്പയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇന്നത്തെ തങ്ങന്മാരുടെ, അതായത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠൻ ആയ ബഹുമാനപ്പെട്ട മുത്വാക്കാൻ നമ്മൾ സ്നേഹമസരണമായി വിളിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ വെർച്വലി രായ്ക്ക് രാമാനം വന്ന് പാണക്കാട് കാൽക്കൽ വീണു. ആ വിഷയം പിൻവലിച്ചു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു. എന്തുകൊണ്ട്? അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ അവർ 24 മണിക്കൂറിന് മാപ്പ് പറഞ്ഞ് പേടിക്കും. അങ്ങനെ നേതാവ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ നേതാവിന് സുന്നിയിൽ അത്ര ആദർശബോധം ഉണ്ടാവില്ല. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ്? ഞാനൊരു സുന്നിയാണ്. എനിക്ക് സുന്നി കഴിഞ്ഞിട്ടുള്ള തങ്ങളേ ഉള്ളൂ. തങ്ങളെയുള്ള സുന്നിയില്ല. കാരണം ഈ തങ്ങന്മാരൊക്കെ ഇവിടെ നിലനിർത്തുന്നത് എന്താണ്? സുന്നിയാണ്. സുന്നി എന്ന ആദർശമാണ് മുസ്തഫ നബി ലോകത്തിന് നൽകിയത്. അഹ്ലു സുന്ന എന്ന ആദർശമാണ് 14 നൂറ്റാണ്ട് കാലം. ഈ ആദർശമാണ് മുസ്ലിം ലോകം കൈമാറി കൊണ്ടുവന്നത്. ഇവിടെ ഉണ്ടാകേണ്ടത് തങ്ങളല്ല. സുന്നി പോയാലും തങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിരിക്കും. തങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും സുന്നി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അത് പരലോകത്തിന് വേണ്ടിയാണ്. നമ്മളെ വീക്ഷണം തങ്ങളും ഉണ്ടാകണം, സുന്നിയും ഉണ്ടാകണം. അതേ സമയത്ത് രണ്ടാലും ഒന്നേ ഉണ്ടാവൂ എന്നാണെങ്കിൽ സുന്നി മതി, തങ്ങൾ വേണ്ട. സുന്നിക്കനുസരിച്ച തങ്ങൾ മതി. സുന്നിക്കത്തിന് വിലയൊന്നും കൊടുക്കാത്ത ഒരു തങ്ങളാണെങ്കിൽ അത്തങ്ങളെ നമ്മക്ക് വേണ്ട. അതിന് ആകാശം പൊളിഞ്ഞാടുകയാണെങ്കിൽ ആകാശം നീടിക്കോട്ടെ. ഇപ്പൊ തങ്ങള് സുന്നിയെ പരിഗണിച്ചിട്ടില്ലെങ്കിലും തങ്ങൾ വേണമെങ്കിൽ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവൂല. എന്നെ പോലത്തെ ലക്ഷക്കണക്കായ സുന്നി മക്കൾ കേരളത്തിൽ ഉണ്ടാവില്ല. അത്തങ്ങളെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ തങ്ങളാക്കിയത് ആരാ? വഹാബി അല്ല. വഹാബിക്ക് തങ്ങളും ഇല്ല. വഹാബിയുടെ തങ്ങൾ കെർബലയിൽ മരിച്ചിട്ടുണ്ട്. ഇല്ലേ? ഇവിടെ തങ്ങളെ നിലനിർത്തുന്ന ആരാ? സുന്നി. തങ്ങന്മാരെ ഒരാൾ ആക്ഷേപിക്കണം, യുദ്ധത്തിന് ഇറങ്ങുന്ന ആരാ? ഈ റഹ്മത്തുള്ളാഹിനെ പോലത്തെ ഒരു, ഈ അമീർ വൈസിയെ പോലത്തെ, ഈ റഹ്മത്തുള്ളാഹിനെ പോലത്തെ ഒരു. ഞാൻ അമീർ വൈസിക്ക് മാത്രം തങ്ങല്ല. അവരും തന്നെ അബദ്ധത്തിന് പിന്നാലെ പോയാൽ ഞാനവരെ പിന്നാലെ ഉണ്ടാവില്ല. ഞാനൊരു മുന്നിലും പിന്നിലും ഇല്ല. നമ്മളുടെ സ്വാഭാവികമായി പറയുന്ന ആദർശം ഒന്നായി തീരാനേ ഉള്ളൂ. അതായത് ഇവിടെ ഈ തങ്ങളും ഈ മൗലിയരും ഈ ദീനും ഈ പള്ളിയും ഈ ഇബാദത്തും ഈ സംസ്കാരം ഇവിടെ നിലനിർത്തിയത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ അഹ്ലു സുന്ന നിലനിന്നാൽ മാത്രമേ തങ്ങൾക്കും വിലയുള്ളൂ, മൗലിയർക്കും വിലയുള്ളൂ, ദീനിനും വിലയുള്ളൂ. നമ്മളെ കുട്ടികൾ സുന്നിയും മുസ്ലിമുമായി ഇവിടെ ജീവിക്കുള്ളൂ. അതുകൊണ്ട് സുന്നികൾ പൊളിഞ്ഞാലും വേണ്ടില്ല. കെ.എം. ഷാജി പറയണോലൊക്കെ പറഞ്ഞോട്ടെ, സുന്നി പൊളിഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞാൽ തങ്ങൾ ദേഷ്യപ്പെടുമോ? അത്തങ്ങൾക്ക് പണി നോക്കാം. അത്തങ്ങളെ കൂടെ ഇതിനൊക്കെ കയറൂരി വിടുന്ന തങ്ങന്മാരാണെങ്കിൽ ഞാൻ അങ്ങനെ ആണെന്ന് പറയല്ല. പക്ഷെ ഇവരെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ബാധ്യതയാണ്. ഈ കെ.എം. ഷാജിയെ പോലത്തെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ബാധ്യതയാണ്. അത് അദ്ദേഹം നിർവഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം കറകളിഞ്ഞ ഒരു സുന്നിയായ ബാപ്പാന്റെ മകനാണ്. ഇന്നലെ വരെ അവരങ്ങനെ ആയിരുന്നു. ഇന്നും അവർ ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്തില്ലെങ്കിൽ തങ്ങളെ ഒഴിവാക്കിയാലും സുന്നി ഒഴിവാക്കൂല. കാരണം സുന്നി എന്നത് നാളെ പരലോകത്തിന് വേണ്ടിയാണ്. അത് ഒഴിവാക്കാൻ സുന്നി മക്കൾക്ക് കഴിയൂല. അത്രയും പറയാനുള്ളൂ.